السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده. Okay. ഇപ്പോഴാണോ തുടങ്ങിയത്? അല്ല, നിങ്ങൾ തുടങ്ങിക്കോ. ഓക്കെ, ഇൻഷാല്ലാ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدني علما نافعا لا حول ولا قوة إلا بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. ഈ ഒരു ആയത്തിന്റെ തദ്ബർ ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും ഉൾക്കൊള്ളുന്നതാണ്. അതിനാൽ തന്നെ ഹൃദയം നന്നായി വിറക്കൊള്ളുന്നുണ്ട് ഈ ഒരു സംസാരത്തിൽ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളരെ ഭംഗിയായി നിങ്ങളിലേക്കും എന്നിലേക്കും എത്തിക്കുവാൻ സാധിക്കട്ടെ. ആമീൻ. ആദ്യമെല്ലാം ഓരോ ക്ലാസ്സുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം വിറകൊള്ളുന്നില്ലേ, നിങ്ങളുടെ തൊലികൾ വിറയ്ക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ, റബ്ബേ എനിക്കതാവുന്നില്ലല്ലോ അല്ലാ, അതിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഇൻഷാ അല്ലാ എൻ്റെയും ഇഷ്കാത്തും എൻ്റെ ഐഷ മാമും എൻ്റെ ക്ലാസ്സുകൾ. ജസാക്കല്ലാഹ് ഖൈർ. ഞാനിവിടെ പങ്കുവെക്കുന്ന ഓരോന്നും ആദ്യം എന്നോട് തന്നെയാണ്, ശേഷം മാത്രമാണ് നിങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ ആകുന്നുള്ളൂ. ഹിദായത്ത് നേടിക്കൊണ്ട് നാം ഖുർആൻ ഉറ്റാലോചിക്കുകയാണെങ്കിൽ സത്യത്തിന്റെ പാത റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്രയും അനുഗ്രഹീതമായ പുണ്യമാസത്തിൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുവാനുള്ള അവസരം തന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഞാൻ ആഴത്തിലുള്ള ഹംദ് അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മൾ ഓതി വെച്ച ആ ഒരു ആയത്തുണ്ടല്ലോ, അതിലുള്ള സിയാം എന്ന് പറഞ്ഞാല് മാറി നിൽക്കുക, നിയന്ത്രിക്കുക എന്നെല്ലാമാണ് അതിന്റെ വാക്കർത്ഥം വരുന്നത്. നോമ്പ് നമ്മിൽ നിന്നും ഭക്ഷണപാനീയങ്ങളും അതുപോലെ തന്നെ ഹലാലായ ലൈംഗിക ആവശ്യങ്ങളും അതിനോട് എല്ലാത്തിനോടും മാറി നിൽക്കാനാണ് റബ്ബ് നമ്മളോട് പറയുന്നത്. അതോ ഒരു സമയം വരെ മാത്രമേ നമ്മോട് റബ്ബ് മാറി നിൽക്കാൻ പറയുന്നുള്ളൂ. പണ്ട് നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ള കുറച്ച് നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നമുക്ക് അള്ളാഹു വളരെ വളരെ എളുപ്പമാക്കി തന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം എത്രയോ എളുപ്പങ്ങൾ നമുക്ക് റബ്ബ് നൽകി. അൽഹംദുലില്ലാഹ്. ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം ഇവ ഉപേക്ഷിക്കലാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റബ്ബ് നമുക്ക് ഹലാലാക്കിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മോട് വിട്ടു നിൽക്കാൻ പറയുന്നത്. അത് നമുക്കുള്ളൊരു ട്രെയിനിങ് പീരീഡാണ്. എങ്ങനെ? അള്ളാഹു പറഞ്ഞു, നമ്മളത് കേട്ടു, അത് കേട്ടതും അനുസരിക്കുന്ന ആ അത്രയും ഉത്തമരായ സമൂഹത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് റബ്ബിന്റെ ആ ഒരു നമ്മോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്. അള്ളാഹു നമുക്ക് ഈ റമദാൻ തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എവിടെ എത്തും? ചിന്തിക്കുമ്പോൾ ഭയം തോന്നുന്നല്ലേ? അള്ളാഹു തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തിന് മനസ്സറിഞ്ഞ് നാം ഓരോരുത്തരും നന്ദി പറയേണ്ടതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എന്താണോ അനുസരിക്കാൻ പറഞ്ഞത് അതനുസരിക്കുകയും മാറി നിൽക്കാൻ പറഞ്ഞതിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുകയും ചെയ്യുക. ഒപ്പം
നമ്മുടെ റബ്ബ് ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഖൈറുണ്ടാകും. അത് നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ റബ്ബ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ശേഷിക്കുന്ന 11 മാസം എങ്ങനെ നാം ജീവിക്കണം എന്ന് നാം ഓരോരുത്തർക്കുമുള്ള ട്രെയിനിങ് പീരീഡാണ്. നമുക്ക് പല 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 റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ റമദാനും നാം എന്ത് കരുതും? മനസ്സിൽ കൂടുതൽ നന്നാക്കണമെന്ന് കരുതുമല്ലേ? കുറെയൊക്കെ നമ്മെ കൊണ്ട് സാധിക്കാറുണ്ട്. എന്നാൽ ഈ ഖുർആനെ കൂടുതലായിട്ട് തദബ്ബുർ ചെയ്യാൻ സാധിച്ചപ്പോഴാണ് അതിലേക്ക് ശരിക്കുള്ള അർത്ഥത്തിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. അങ്ങനെ സദാസമയം നമ്മെ അള്ളാഹു, നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റബ്ബ്, നമ്മൾ അത്ര ഇഷ്ടമാണ് നമ്മുടെ റബ്ബിന്. നമ്മൾ പറയും എന്ത്, നമ്മൾ മാതാപിതാക്കളുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ പറയും. അതൊന്നും ഈ റബ്ബിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ പോലുമുള്ള അർഹതയില്ല എന്നുള്ളതാണ് സത്യം. അത്രയും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന റബ്ബാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ചെയ്യാൻ നമ്മൾ മടിക്കരുത്. നമുക്ക് സന്തോഷമുള്ള കാര്യവും അതിലുണ്ടാകും, നമുക്ക് വിഷമമുള്ള കാര്യവും അതിലുണ്ടാകും. എത്ര വിഷമമുള്ള കാര്യമാണെങ്കിലും അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ടതാകുന്നു. അതിന് നമ്മൾ ആ ലെവലിലേക്ക് എത്തേണ്ടതാകുന്നു. ഞാൻ എവിടെയും എത്തിയിട്ടില്ലേ, ഞാൻ അതിലേക്കുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം ഈ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഞാൻ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് അസ്തഗ്ഫിറുല്ലാഹ് മനസ്സിൽ കരുതിയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, ഇപ്പോഴാണ് എവിടെയും എത്തിയിട്ടില്ല. ഓരോ ആയത്തും റബ്ബേ എൻ്റെ ഹൃദയങ്ങളിലേക്കല്ലേ കുത്തുന്നത്, എന്നെയല്ലേ കുത്തുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നുണ്ടല്ലേ. അതിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല, അതിൽ നിരാശപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതുമില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും പ്രതീക്ഷയോടു കൂടിയും നമ്മൾ അതിനെ സമീപിക്കുകയാണ് വേണ്ടത്. ഇത് എന്നിലേക്ക് എത്തിച്ച റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി അതിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓരോരുത്തരും, നാം ഓരോരുത്തരും അതിൽ ഭംഗിയായി വിശ്വസിക്കുക, പ്രവർത്തിക്കുക, പ്രയത്നിക്കുന്നതോടൊപ്പം തന്നെ റബ്ബിനോട് സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ദുആയേക്കാൾ വലിയ ഇബാദത്തൊന്നും തന്നെയില്ല. ഉള്ളത് ഏതാണ്? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കലാണല്ലേ. അള്ളാഹുവിനെ കുറിച്ച് സദാ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയുടെ ഓരോ കർമ്മങ്ങളും അത്രയും ഭംഗിയുള്ളതായിരിക്കും. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുവാനായിട്ട് നമ്മൾ ധാരാളമായിട്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് ദോഷബാധയെ സൂക്ഷിക്കുവാനും തഖ്വ ഉണ്ടാക്കാനും വേണ്ടിയാണ് എന്ന് ഈ ഒരു ആയത്തിലൂടെ നാം തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ. നമ്മുടെ നോമ്പ് യഥാർത്ഥത്തിൽ നമ്മെ ദോഷബാധയിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ടോ? തഖ്വ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഈമാൻ, അതിലെല്ലാം ഈമാൻ, കറകളഞ്ഞ ഈമാൻ, ഇഖ്ലാസ്, അതെല്ലാം ഉണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കുക. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും കൂടുതൽ കഠിന പ്രയത്നം ചെയ്യേണ്ട സമയം വളരെയധികം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ ഓരോ നിമിഷവും ഈ പുണ്യമാസത്തിൽ, നമ്മുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം റബ്ബിനെ കൂടുതലായി ഓർമ്മിക്കുന്നവരും ദിക്റുകളിലും സ്വലാത്തുകളിലും ഏതൊരു നല്ല കർമ്മങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് അതിലെല്ലാം ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് നാം ചെയ്യുന്നവരാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. ഹലാലായ കാര്യങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു തആല നമ്മോട് മാറി നിൽക്കാൻ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ഹറാമായ കാര്യങ്ങളിലേക്ക് അടുക്കാതിരിക്കാനുള്ള കൺട്രോൾ നമുക്ക് ഇതുവഴി ലഭിക്കുവാനുള്ളൊരു സഹായമാണ് നമുക്ക് അള്ളാഹു ഇതുവഴി തന്നത്. ഇത് വലിയ കാരുണ്യം തന്നെയാണ് അള്ളാഹു നമ്മോട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ എനിക്ക് എന്നോട് തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഓരോ കർമ്മങ്ങളും ഹൃദയം ഉൾപ്പെട്ടതായിരിക്കണം.
അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും കാതിനും ചെവിക്കും എല്ലാ അവയവങ്ങൾക്കും നോമ്പ് ബാധിച്ചേ പറ്റൂ. അത് നോമ്പ് ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നാം നമ്മെ തന്നെ അനലൈസ് ചെയ്യുക. കാരണം അള്ളാഹു നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുൻപിലാണ് നമ്മൾ ഓരോ നിമിഷവും ഉള്ളതല്ലേ. അപ്പോൾ അള്ളാഹു കാണുന്നുണ്ട്. നമ്മൾക്കതിൽ ലജ്ജ വേണ്ടേ? നമ്മുടെ തെറ്റുകളിൽ നമുക്ക് ലജ്ജ വേണ്ടേ? നമ്മളതിൽ നിന്നും മാറി നിൽക്കണ്ടേ? ഒരു മനസ്സിലൊരു തെറ്റു വന്നാൽ ഉടൻ നമ്മൾ ചിന്തിക്കും, റബ്ബേ ഇതിന് ഞാൻ ഉത്തരം അള്ളാഹുവിനോട് പറയണ്ടേ, ഞാൻ പാപമോചനം നടത്തേണ്ടേ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് അള്ളാഹു എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോമ്പ് അവർക്കും നമുക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്കും നൽകുന്നതിനാണ് ഇങ്ങനെയൊരു നോമ്പ് റമദാൻ നമുക്ക് നൽകിയത് അല്ലെ. 1-2 ദിവസമല്ല, ഒരു മാസം തന്നെ നൽകിയത് അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യമാണ്. എപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിനും അള്ളാഹുവിന്റെ വലിയ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹു പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന്. പിന്നെ ശ്രേഷ്ഠമായത് ചോദിക്കാൻ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ നാം കൂടുതലായി അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതോടൊപ്പം അള്ളാഹുമായിട്ടുള്ള ഒരു ലൈവ് കണക്ഷൻ എപ്പോഴും നിലനിർത്തുന്നവരാകാൻ ശ്രമിക്കണം. അള്ളാഹു അതിലേക്ക് നമ്മെ എത്തിക്കുമാറാകട്ടെ. പലപ്പോഴും കാലിടറി നമ്മൾ വീണേക്കാം. പക്ഷെ അവിടെ നിന്നും അതിശീഘ്രം എഴുന്നേറ്റ് ജാഗരൂകരായി നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് റബ്ബ് ഒരുപാട് പ്രാധാന്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരിൽ നമ്മൾ ഉൾപ്പെടണം. ഓരോ റമദാനിന്റെയും രാത്രികളിൽ അള്ളാഹു ധാരാളം പേരെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് അവരുടെ പ്രവർത്തനങ്ങൾ മൂലം നരകത്തിൽ പോകാൻ നിൽക്കുന്നവരെ അള്ളാഹു അതിൽ നിന്നും രക്ഷിക്കുന്നു. ആ ഒരു ലിസ്റ്റിൽ നമ്മളും ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം, പ്രയത്നിക്കണം, റബ്ബോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ നോമ്പിന്റെ ആദ്യങ്ങളിൽ തന്നെ ലൈലത്തുൽ ഖദറിന് വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിച്ച് നമ്മളത് വാങ്ങിയെടുക്കണം. അതുപോലെ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടു കൂടിയുമാണ് ഈ റമദാൻ നമ്മൾ എടുക്കുന്നതെങ്കിൽ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം നമുക്ക് അള്ളാഹു പുറത്തു തരുന്നല്ലേ. അതേപോലെ തന്നെ പറഞ്ഞിട്ടാണ് ലൈലത്തുൽ ഖദറിന്റെ കാര്യങ്ങളിലും നമ്മൾ ഇതെല്ലാം അള്ളാഹു ഓരോന്നും എടുത്തെടുത്ത് പറയുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല. ഓരോ സൈൻ ബോർഡുകളാണ്. ഇത് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തും, ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേട്ട് മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യണം ഇൻഷാ അല്ലാഹ്. എങ്ങനെയൊക്കെ റബ്ബിന്റെ സ്നേഹം നമുക്ക് നേടാമെന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിന്റെ പല ഭാഗങ്ങളിലായിട്ട് എങ്ങനെ മുത്തക്കികളാകാം എന്നുള്ളതും ഓരോ ഭാഗങ്ങളിലും നമുക്ക് ഓരോ ആജ്ഞകളും കൽപ്പനകളുമായി എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു നമ്മെ വളരെയധികം ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അള്ളാഹു ഒരുപാട് കാരുണ്യവാനാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും നമ്മെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്തിനാണത്? നമ്മൾ അത്തരം തെറ്റുകളിലേക്ക് പോകാതിരിക്കാനും അഥവാ നമ്മൾ ആ തെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവോട് മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുവാനുമാണ്, തൗബ ചെയ്യുവാനാണ്. ഈ തൗബ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, ആ തെറ്റിൽ നിന്നും മാറി നിൽക്കുക. ഇനി ആ തെറ്റിലേക്ക് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് തിരിച്ചു പോകില്ലെന്ന് മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുക്കുക. പിന്നെയും അതിൽപ്പെട്ടാലോ ഉടൻ തന്നെ തൗബ ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മെ തന്നെ കൂടുതൽ നന്നാക്കി ആ ഒരു നല്ല ഹൈ ലെവലിലേക്ക് എത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഓരോ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളതും നമ്മൾ അത്രയും ഗൗരവത്തോടെ നാം മനസ്സിലാക്കിയേ പറ്റൂ. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയേ പറ്റൂ ഇൻഷാ അല്ലാഹ്. എല്ലാ ഇബാദത്തുകളും നമ്മെ ശുദ്ധീകരിക്കാനുള്ളതാണ്.
അപ്പോൾ ഏറ്റവും ഏറ്റവും നമ്മിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്ന് പറയുന്നത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തിന്റെയും കാതൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. അത് നാം എപ്പോഴും ഓർക്കണം. അപ്പൊ ഈ ഇബാദത്തുകളൊക്കെ നമ്മെ ശുദ്ധീകരിക്കാനുള്ളതാണ്. റബ്ബിന്റെ ഇബാദത്തുകൾ നല്ല രീതിയിൽ നാം റബ്ബിനോടുള്ള ഇബാദത്തുകൾ നല്ല രീതിയിൽ ചെയ്ത് നാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അബ്ദുകളും അതുവഴി നല്ല ഇബാദികളുമായി മാറാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അതിന് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യം റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ശരിയായ രീതിയിൽ വിശ്വസിക്കുകയും ശേഷം നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചോദിക്കുകയും വേണം. ഖുർആനിൽ വിവിധ ഇടങ്ങളിൽ സത്യവിശ്വാസിയുടെ ക്വാളിറ്റികൾ എടുത്തു പറയുന്നുണ്ട്. അത് നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമ്പോൾ നാം ചോദിക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റബ്ബ് തന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുത്തേക്കാം. നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി അത് നിലനിർത്തി തരുവാനായി നാം നിരന്തരം ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ദുആകൾക്ക് പരലോകത്ത് നമ്മുടെ ദുആകൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള ആ വമ്പിച്ച പ്രതിഫലം കാണുമ്പോൾ നാം തന്നെ ഞെട്ടിപ്പോകുമത്രേ. അൽഹംദുലില്ലാഹ്, അതിൽ നമുക്ക് അങ്ങനെയുള്ളൊരു മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ദുആകളിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുവാനുള്ള മഹാഭാഗ്യവും അള്ളാഹുവിന്റെ കോടതിയിൽ ഭംഗിയായി സുജൂദ് ചെയ്യാനുള്ള മഹാഭാഗ്യവും. ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കെല്ലാവർക്കും കാണണ്ടേ? അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഓരോരുത്തരുടെയും തഖ്വ അളക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സാധിക്കൂ. ഓരോരുത്തരും തഖ്വയുടെ ലെവലും അതിന്റെ ഗ്രേഡും വ്യത്യസ്തമായിരിക്കും അല്ലേ? അപ്പൊ തഖ്വ നമ്മുടെ വിജയത്തിന്റെ വഴിയാണ്. നമ്മുടെ നിയ്യത്തും ആ ഇഖ്ലാസും നമ്മുടെ തഖ്വയിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും പ്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചും ആണ് ഓരോ സത്യവിശ്വാസിയും നോമ്പുകാരനായിരിക്കുന്നത്. ഇവിടെ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യം, നോമ്പ് എന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചില്ലേ? അത് നമ്മൾ എപ്പോഴും നമ്മളത് ഓർമ്മിക്കണം. ഒരു ദിക്റിലാണെങ്കിൽ നമ്മുടെ ഹൃദയം അതിലുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അതിലും നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കി അതും ഒരു ഇബാദത്തിന്റെ ലെവലിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ ഓർമ്മിക്കുകയും അത് ഇബാദത്താക്കി എടുക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ചെയ്തു തരുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. അതുപോലെ ഇവിടെ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന 2 കാര്യങ്ങൾ ദൃഢവിശ്വാസവും സൽസ്വഭാവവുമാണ്. നമ്മൾ യക്കീനിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ടല്ലേ? ഇവയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ റബ്ബിനോട് സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ദുആ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. തഖ്വയുണ്ടെങ്കിൽ ദീനിന്റെ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് പ്രതിഫലിക്കും. ഉദാഹരണം, ഒരാവശ്യമില്ല, എന്നിട്ട് ഒരാൾ നമ്മളെ അപമാനിക്കാനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റബ്ബിന് വേണ്ടി ഭംഗിയായി ക്ഷമിക്കും അല്ലേ? ആ ക്ഷമയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അളവറ്റ പ്രതിഫലമാണ് നൽകുക. കാരണം നമുക്ക് അവിടെ അത് ക്ഷമിക്കാതിരിക്കാൻ വേണമെങ്കിൽ, പക്ഷെ റബ്ബിനെ ഭയന്നുകൊണ്ട് നമ്മളെ അപമാനിച്ചാലും നമ്മൾ അവിടെ ക്ഷമിക്കുകയാണ്. അത് ഒരു പക്ഷേ ആ വ്യക്തിയെ മാറ്റി ചിന്തിപ്പിച്ചേക്കാം. അതും അള്ളാഹുവിന്റെ അവരോടുള്ള ഒരു കാരുണ്യമാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കാനുള്ളത്, ഖുർആനും റമദാനും നമുക്ക് അനുകൂല സാക്ഷി പറയാൻ നിരന്തരം നാം ദുആ വർദ്ധിപ്പിക്കണം. ഒരു സത്യവിശ്വാസിക്ക് തനിക്കിഷ്ടമുള്ള ഇബാദത്ത് മാത്രം ചെയ്തിട്ടങ്ങ് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ലല്ലേ? അപ്പൊ അള്ളാഹു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, അള്ളാഹുവിന്റെ കൽപ്പനകൾ, ഒരു പക്ഷേ നമുക്ക് അതുമായിട്ടങ്ങ് കുറച്ച് വിഷമവും ബുദ്ധിമുട്ടും സമൂഹത്തിൽ നിന്നുള്ള കുറെ വെല്ലുവിളികളും ഒക്കെ ലഭിച്ചേക്കാം.
പക്ഷെ അവിടെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്, ഞാനിവിടെ ഇതെല്ലാം അനുഭവിച്ചാൽ മാത്രമാണ് എനിക്ക് ജനാത്തുൽ ഫിർദൗസിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യം ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അങ്ങനെ ആ ഒരു ഉയർന്ന ദർജയുണ്ടല്ലോ, അതിലേക്ക് അംബിയ മുസ്ലിം അങ്ങനെ എല്ലാവരും ഉള്ളവരിലേക്കാണ് നമ്മൾ ആ ഒരു നമ്മളുടെ എയിം അവിടേക്കായിരിക്കണം ഇൻഷാ അല്ലാഹ്. അതുപോലെ നാം എങ്ങനെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നു എന്ന് പരീക്ഷിക്കുകയാണ് അള്ളാഹു ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. അതായത് യഥാർത്ഥ കീഴ്വണക്കം നമ്മൾക്ക് ആയിട്ടുണ്ടോ എന്ന് അള്ളാഹു നോക്കുകയാണ്. അതേസമയം നമുക്ക് തെറ്റുപറ്റിയാൽ ഉടൻ തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നമ്മൾക്ക് അള്ളാഹുവിന്റെ കൂടുതലുള്ള അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കും. അതും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് തെറ്റുപറ്റുന്നു, നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, തൗബ ചെയ്യുന്നു, അത് നമ്മൾക്ക് വളരെ വലിയ ഒരു അനുഗ്രഹമായി അള്ളാഹു ഇവിടെ അതങ്ങനെ സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ ആ ഒരു വലിയൊരു അനുഗ്രഹം അള്ളാഹു നമ്മൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മുടെ നോമ്പിലേക്ക് തിരിച്ചു വരാം. അള്ളാഹുവിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഇബാദത്താണ് നോമ്പ്. നോമ്പിനെ കുറിച്ച് റബ്ബ് പറയുന്നത് അത് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഹൃദയം ആ നോമ്പിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വളരെ നല്ല അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒറ്റയടിക്ക് നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഘട്ടം ഘട്ടമായി ഈ ഒരു റമദാനിലൂടെ അതിലേക്ക് എത്തിച്ചേരാൻ ഉള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബുൽ ആലമീൻ. നോമ്പ് നരകശിക്ഷയിൽ നിന്നുള്ള പരിചയമാണ്. നോമ്പിന് തത്തുല്യമായ മറ്റൊരു ഇബാദത്തുമില്ല എന്നെല്ലാം നാം സാധാ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ. അതിൽ ആ ഒരു കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ചോദിക്കുന്നുണ്ടോ നമ്മോട്, നിന്റെ നോമ്പ് അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ, നരകത്തിൽ നിന്നുള്ള പരിചയമാകുന്നുണ്ടോ? നമ്മുടെ ഓരോ കർമ്മങ്ങളിലും അള്ളാഹുവിനെ ആ ഓരോ കർമ്മങ്ങളിലും ഓരോന്നും നമ്മൾ ചെയ്യുമ്പോഴും അത് നമുക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ ഈ ഒരു കർമ്മം അള്ളാഹുവെ ഇത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് തന്നെയല്ലേ എന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം ഇൻഷാ അള്ളാഹ്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചീത്ത പ്രവൃത്തിയും ചീത്ത വാക്കുകളും ഉപേക്ഷിക്കാത്തവന്റെ പട്ടിണി അള്ളാഹുവിന് ആവശ്യമേയില്ല. ഈ ഒരു കാര്യവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം എല്ലാവരും ഞങ്ങൾ പരദൂഷണമൊന്നും പറയുന്നില്ല എന്ന് കരുതും. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി വരുമ്പോൾ, ഇപ്പൊ മക്കൾ വന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നു, അപ്പോൾ പറയുന്ന വിശേഷത്തിൽ ചിലപ്പോൾ ആ വയസ്സായ ഉമ്മമ്മ ഇല്ലേ, അവരുടെ കാര്യം കഷ്ടാണ്, അതിൻ്റെ മോനുണ്ടല്ലോ, അങ്ങനെ അങ്ങ് ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ അത് പരിദൂഷണത്തിലേക്ക് പോയേക്കാം. നമ്മൾ ആരെയും എടുത്തു പറയുന്നില്ല അവിടെ, പക്ഷെ അതും അങ്ങനെ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും പറയുന്നത്, അതിന് എന്തെങ്കിലും പൈസ കൊടുക്കൂട്ടോ മക്കളെ, അങ്ങനെ പറയാനായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെയും ഇബ്ലീസ് പതുക്കെ അതിലേക്കാണ്ട് കുത്തിക്കയറ്റും. എന്തിനെ? പരദൂഷണത്തിന്. അതിലേക്ക് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഘട്ടം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ ഒരു വ്യക്തി നമ്മളോട് സങ്കടം പറയാണ്, ആ സംസാരത്തിന്റെ ഗതി മാറുന്നത് കാണുമ്പോൾ നമ്മൾ അതിൽ ജാഗരൂകരാവണം. എങ്ങനെ? റബ്ബേ, ഇത് എൻ്റെ റമദാൻ കളയാനുള്ളതാണല്ലോ, ഇവരുടെയും പോകുമല്ലോ. വേഗം തന്നെ അവർക്ക് വിഷമം തോന്നാത്ത വിധത്തിൽ പറഞ്ഞു കൊടുക്കുക. ഒന്നും തോന്നരുത് കേട്ടോ, റമദാനിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് നഷ്ടാവും. മാത്രമല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ നമുക്ക് വിട്ടു നിൽക്കാം, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുക നിരന്തരം. അതിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. ആമീൻ. അതായത് അത്തരം തെറ്റുകൾ നമ്മൾക്ക് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അവരോട് നമ്മൾ പോയിട്ട് ക്ഷമ പറയണം അല്ലേ. നമ്മളുടെ നാവ് മൂലം ആരെങ്കിലും അവരറിയാതെ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതോടൊപ്പം അവരോട് പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതല്ലേ കൂടുതൽ നല്ലത്. ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊരു കാര്യം, നോമ്പ് തുറപ്പിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം ഒരുപാട് വലുതായിട്ട് തന്നെ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ നോമ്പ് തുറപ്പിക്കുമ്പോൾ നോമ്പ്
നമ്മൾ ആരെയാണോ തുറപ്പിക്കുന്നത് അയാളുടെ ആ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ നമുക്കും ലഭിക്കുന്നു. നമുക്കപ്പോൾ അള്ളാഹു എത്രയോ ഒരു റമദാനിലൂടെ എത്രയോ പ്രതിഫലങ്ങളാണ് വാരിക്കോരി നൽകുന്നത്. എത്രയോ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവന്നെത്തിക്കുന്നത്. അള്ളാഹു അതിലേക്ക് നമ്മളെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ രോഗികൾക്കും യാത്രക്കാർക്കുമുള്ള ഇളവുകളും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. എത്രയോ ഹൈറാണത്. നമ്മളെ ബുദ്ധിമുട്ടിക്കുകയല്ല അള്ളാഹുവിന്റെ ഉദ്ദേശം. പകരം നമുക്ക് യഥാർത്ഥ ഗൈഡൻസ് തരാനായിട്ട് നബിമാരെ ഇറക്കി. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് തന്നു. ഖുർആനിന്റെ വെളിച്ചം നമ്മിലേക്ക് എത്തിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ ആ ഒരു ഹുബിന്റെ എല്ലാത്തിൻ്റെയും പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ആയത്തുകളെ തദബ്ബുർ ചെയ്യുന്നതിൽ ഈ സുന്ദരമായ ആശയങ്ങളുള്ള റബ്ബിന്റെ ഹിക്മത്ത്, അതായത് നമുക്ക് തദബ്ബുർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് അള്ളാഹു തന്നത് കൊണ്ടാണല്ലോ. അങ്ങനെ ഒന്ന് നമ്മിലേക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം എത്രത്തോളമാണ് നമുക്ക് നമ്മളോടുള്ളത്, അത് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു മനസ്സുകൂടി അള്ളാഹു നമ്മൾക്ക് നൽകിയതിന് അൽഹംദുലില്ലാ. ഇതിന്റെ അർത്ഥം എങ്ങനെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സുഖവും ലഭിക്കില്ലല്ലേ. ആ തദ്ബുർ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ചെല്ലുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ സുഖം നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു ആയത്തിന് എത്ര പറഞ്ഞാലും തദ്ബുർ ചെയ്താലും പിന്നെയും 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 പറയാനുള്ളത് അതിലടങ്ങിയിട്ടുണ്ട്. എത്ര സുന്ദരമാണ് നമ്മുടെ ഖുർആൻ. അങ്ങനെ ഓരോ ആയത്തുകളും ഒരായത്തിനെ വിട്ട് മറ്റൊരായത്തിനെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. ഓരോ ആയത്തും നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്നും ഖുർആൻ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ആ സംസാരം നമ്മൾ കേൾക്കാതെ അതിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മെ പോലെ ഭാഗ്യമില്ലാത്തവർ മറ്റാരായിരിക്കും. അള്ളാഹു നമ്മളെയെല്ലാം പലപ്പോഴായുള്ള നമ്മുടെ ദുആകളുടെ ഒരു ഉത്തരമായിക്കൊണ്ടാണ് ഇത്തരം നല്ല സദസ്സുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഖുർആൻ ഓതും, ആ ഖുർആൻ ഹിഫ്ലാക്കണം. ഹിഫ്ലാക്കിയാലോ എനിക്ക് രക്ഷപ്പെടാം. അൽബക്രയും ആലുംറാനും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ മറ്റെല്ലാം ഹൈർ സെറ്റായി. ആ ഒരു നെയ്യത്തോട് കൂടിയാണ് ഞാൻ അൽബക്ര ഹിഫ്ലാക്കാൻ വന്നത്. അപ്പൊ അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് ഓരോന്നും പഠിക്കുമ്പോൾ എന്താ റബ്ബേ ഈ സഹാബിമാരില് ഇങ്ങനെ ഇത്രയും അധികം ഇത് പഠിക്കാൻ എത്ര ബുദ്ധിമുട്ട്, ഇതിപ്പോ പഠിച്ചെടുക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സ്തഗ്ഫിറുല്ലാ അങ്ങനെ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ ഞാൻ എന്തിന്, അവർ അറബികളായിരുന്നില്ലേ, എന്തിന് ആ ഒരു ആയത്ത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നു. പിന്നെ എന്താണ് ഇത് പഠിപ്പിച്ചെടുക്കാനായിട്ട് ഇത്ര വലിയ ബുദ്ധിമുട്ട്. അസ്തഗ്ഫിറുല്ലാ, എനിക്ക് തദബ്ബുർ എന്നുള്ള ആ അവസ്ഥയുടെ മാധുര്യം അന്ന് ഞാൻ ആസ്വദിച്ചിട്ടേയില്ല. ആസ്വദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതോടൊപ്പം ഭയം കൊണ്ട് ഹൃദയം ശരിക്കും വിറയ്ക്കുന്നുണ്ട്. എവിടെയും എത്തിയിട്ടില്ല റബ്ബേ, റബ്ബേ എന്ത് ചെയ്യണം ഞാൻ. അങ്ങനെ അവിടെയും അള്ളാഹു രക്ഷയ്ക്കെത്തി. നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ പറയുന്നതെല്ലാം ശുഭാപ്തി വിശ്വാസത്തോടെ അതിനെ കൈകാര്യം ചെയ്യാം. അതിലേക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന്റെ ആ ഭാരമായിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടും നമ്മൾ തദ്ബുർ ചെയ്ത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് എത്തുക. ഒരു തെറ്റ് ചെയ്ത വ്യക്തി എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിൽ പോലും ആ വ്യക്തിയോട് നിങ്ങൾക്ക് നിരാശ വേണ്ട, അള്ളാഹുവിന്റെ അടുത്തേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ടല്ലേ. ഒന്ന് ആലോചിച്ചു നോക്ക്, എത്ര സുന്ദരമാണ് നമ്മുടെ ഇസ്ലാം. എത്രയെത്ര പറഞ്ഞാലും എത്ര നേരം പറഞ്ഞാലും ഇത് കഴിയുകയില്ലല്ലേ. അള്ളാഹു ഓരോരുത്തരും നമ്മളെല്ലാവരും ഇത് കേൾക്കും. ദിവസവും കേട്ടാലും അതിൽ വീണ്ടും വീണ്ടും നമുക്ക് പുതുമ അത് ലഭിക്കുന്നുണ്ടല്ലോ. അത് തന്നെ അള്ളാഹുവിന്റെ ആ ഒരു എത്രയോ വലിയൊരു അനുഗ്രഹവും കാരുണ്യവുമാണ്. നമ്മൾക്കത് കേട്ടിട്ടും
ഇതൊക്കെ കുറെ കേട്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നില്ലല്ലോ. ഓരോ പ്രാവശ്യവും ഖുർആൻ ഓതുമ്പോഴും അതിന്റെ അർത്ഥം വായിക്കുമ്പോഴും അത് തദബ്ബുർ ചെയ്യുമ്പോഴും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഐഷ മാമിന്റെ പേര് ഞാൻ ഇവിടെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നിനുമല്ല. ഐഷ മാമിന്റെ ക്ലാസ്സുകളിൽ ഐഷ മാം പറയുന്നത്, ഞാൻ പറയുന്നതിൽ നിന്നും കൂടുതലായി തദബ്ബുർ ചെയ്യുമെന്ന് പറയും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നു, ഇനി ഇതിൽ കൂടുതൽ എന്താ തദബ്ബുർ ചെയ്യാനുള്ളത്, ഇനി എന്താ ഉറ്റാലോചിക്കാനുള്ളത് റബ്ബേന്ന്. പക്ഷേ ആ വാക്കുകൾ വളരെ അർത്ഥവത്തായിരുന്നു. നമ്മൾ ചിന്തിക്കും തോറും നമുക്ക് കൂടുതൽ പുതിയ മേഖലകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ എല്ലാവരെയും കൂടുതൽ ഭംഗിയായി ആ ഖുർആനെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത് അതനുസരിച്ച് ജീവിക്കാന്. ആദ്യം നമ്മുടെ ഒരു ഉദ്ദേശം എന്തായിരുന്നു, എൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചെടുക്കണം എന്നായിരുന്നു അല്ലെ. അത് കഴിഞ്ഞ് എൻ്റെ ലെവല് മാറി അല്ലേ, ഇതിന്റെ അർത്ഥവും കൂടി പഠിച്ചെടുക്കണം എന്നായി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലെവല് മാറി, എന്തെന്ന് തദബ്ബുർ ചെയ്യണം എന്നായി. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരറിവ് കിട്ടി, അത് അമലാക്കിയാൽ മാത്രം പോരാ, അതിൽ ആ കടുത്ത ഒരു ഈമാൻ അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ആ ഭാഗം കുറച്ച് ടഫ് തന്നെയാണ്. അള്ളാഹു അത് നമ്മൾക്ക് എളുപ്പമാക്കി തരട്ടെ. ആലിമ്രാനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അമാന എടുക്കുന്ന ഭാഗം ശരിക്കും നമ്മെ ഓരോരുത്തരുടെയും ഹൃദയം ഭയം കൊണ്ട് വിറപ്പിച്ച കാര്യമാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും നമ്മുടെ യഖീന് ഉറപ്പിച്ചു നിർത്തുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിലും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അള്ളാഹു നമ്മോട് ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഓരോ ഭാഗങ്ങളിലും നമ്മൾ വളരെ നന്നായി തന്നെ ഉറ്റാലോചിക്കുക. യഖീൻ എന്നത് നിസ്സാര കാര്യമല്ല. ആ യഖീൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാം വളരെ ഭംഗിയായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഓരോ എക്സാം ആണല്ലേ തന്നിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ചെയ്താൽ നമ്മുടെ അടുത്ത് റബ്ബിന്റെ പ്രതിഫലം വാരിക്കോരി നമുക്ക് എടുക്കാം. പക്ഷേ നമുക്കതിന് സാധിക്കുന്നുണ്ടോ, അത് നമ്മൾ ഒരു വിചിന്തനം ചെയ്യണം. നമ്മുടെ ആദ്യം തന്നെയുള്ള ഭംഗിയായ ക്ഷമ നമുക്ക് റബ്ബിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഓരോ പ്രതിസന്ധികളിലും നമുക്ക് അതിനെ തരണം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാനിവിടെ എൻ്റെ ഒരു കഥ പറയട്ടെ, വളരെ ചുരുക്കി ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അക്കീദയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഐഷ മാമിൻ്റെ അക്കീദയുടെ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഐഷ മാമയെ ഞാൻ DM ചെയ്തു. അപ്പോൾ ഐഷ മാം പറഞ്ഞു, വളരെയധികം ശ്രദ്ധിക്കണം, കാരണം പരീക്ഷണങ്ങൾ വളരെ നന്നായി തന്നെ ഉണ്ടാകുന്നു. പക്ഷെ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആണി കൊണ്ട് ഇങ്ങനെ അടിച്ച് തറപ്പിച്ച പോലെ എനിക്ക് അപ്പം തന്നെ ഫീൽ ചെയ്തു. അപ്പൊ എന്താ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് റബ്ബേ, എന്താ എനിക്ക് ഭയങ്കര ഭയം വരുന്നത് ഇത് കേൾക്കുമ്പോൾ. തുടങ്ങണ്ടേ ഞാനിത്, അതിൽ നല്ലതല്ലേ പൈസ മാം പറഞ്ഞു തന്നു, അപ്പൊ തുടങ്ങണ്ടേ. അങ്ങനെ തവക്കുൽ ചെയ്തിട്ട് റബ്ബേ എന്തൊക്കെ അതിൽ വന്നാലും അള്ളാഹുവെ എന്നെ നീ അതിൽ ഒട്ടിച്ച് നിർത്തണേ റബ്ബേ എന്നങ്ങ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തുടങ്ങിയില്ലേ പരീക്ഷണങ്ങൾ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ന്യൂമോണിയ വന്നു. അതിനോടനുബന്ധിച്ച് എനിക്ക് പക്ഷെ അവിടെയെല്ലാം അള്ളാഹു എളുപ്പം കൊണ്ടുവന്നിരുന്നു. അതെനിക്ക് വലിയൊരു ഹൈറിന്റെ ഒരു ഡോറാണ് എനിക്ക് ഓപ്പൺ ചെയ്തു തന്നത്. അത് ഞാനിവിടെ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റബ്ബിനോട് ചെയ്യുന്നൊരു നന്ദികേടായി മാറും. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. എനിക്കൊരു കഴിയുമില്ല അള്ളാഹു തന്നതല്ലാതെ. അങ്ങനെ ആ സമയത്ത് ഞാൻ ഓരോ ഘട്ടങ്ങളിലാണ് കേട്ടോ അള്ളാഹു ഓരോന്നോരോന്ന് എത്തിച്ചു തരുന്നത്. ആദ്യം ന്യൂമോണിയ വന്നു, അങ്ങനെ ന്യൂമോണിക്ക് ചികിത്സിച്ചു. ത്രോട്ടിൽ ഭയങ്കര എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ, എങ്കിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ചുമച്ച കഫമൊക്കെ പോകുന്നുണ്ട്, അൽഹംദുലില്ലാ എല്ലാം ഹൈറാണ് എന്ന് കരുതി. അങ്ങനെയാണ് വീണ്ടും തുടർച്ചയായി ഡോക്ടറെ അടുത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഡോക്ടർ വേറൊരു ഡോക്ടറേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്നുമാണ് ന്യൂമോണിയ വന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർക്ക് തന്നെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ന്യൂമോണിയ ഉണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ദോഷമൊന്നും തന്നെ നിങ്ങളുടെ ലങ്സിനെ ബാധിച്ചിട്ടില്ലല്ലോ എന്ന്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ലങ്സിനെ
ബാധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു എളുപ്പം തന്നു. ആ ഒരു ന്യൂമോണിയ വന്ന സമയത്ത് ഞാൻ വളരെ ഭംഗിയായി കൊണ്ടുപോയിരുന്ന ഖുർആനിന്റെ ഒരു ഗ്രൂപ്പിൽ നിന്നും എന്നെ പിടിച്ച് പുറത്തേക്കിട്ടു. അവിടെയും ഞാൻ അവിടെ ക്ഷമിച്ചു. കാരണം എന്തുകൊണ്ടാണ്? എനിക്ക് മനസ്സിലായി ഇതും അടുത്ത പരീക്ഷണം തന്നെ. അതിന് കാരണം എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് വോയിസ് റെസ്റ്റ് വന്നു. അപ്പൊ ഈ വോയിസ് റെസ്റ്റ് വരുന്നതിനേക്കാൾ മുൻപ് എനിക്ക് മറ്റൊരാളിലൂടെ അതിനുള്ള ഒരു ഇൻഡിക്കേഷൻ മാർക്സ് തന്നു. അങ്ങനെ അതുകൂടാതെ ഒരു എന്താ പറയുക, ഒരു ഹിഫ്ൽ ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഡോക്ടറായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി പറഞ്ഞു, ഇത് വെച്ച് കളിക്കാനുള്ളതല്ല, ഉടൻ തന്നെ ഡോക്ടറെ അടുത്ത് പോകും. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, വോയിസ് റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല, മസ്റ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെയ്തില്ലെങ്കിൽ ശബ്ദവും പോകും, അതുപോലെ തന്നെ ഓപ്പറേഷന് വേണ്ടിയും. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു പ്രതിസന്ധി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം എളുപ്പവും തന്നിരുന്നു. അതുപോലെ തന്നെ മറ്റു പലരും എന്നോട് പറയും, എന്ത് കഷ്ടല്ലേ ഇങ്ങനെ വന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. കാരണം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അപ്പൊ എനിക്ക് അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഡോർ അവിടെ ഒന്നും കൂടി ഓപ്പൺ ചെയ്തു തന്നു അള്ളാഹു. അതായത് അങ്ങനെ പറയരുത്. കാരണം നമുക്ക് എന്തൊക്കെ അള്ളാഹു ചെയ്തു ഒരു പ്രതിസന്ധി തരുന്നുണ്ടെങ്കിലും പരീക്ഷണം തരുന്നുണ്ടെങ്കിലും അതിന് അള്ളാഹു നമ്മൾ ഭംഗിയായി ക്ഷമിക്കുകയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലം തരും. നമ്മളെ കൊണ്ട് ചെയ്ത് എത്താൻ പറ്റാത്ത അത്രയും വലിയ പ്രതിഫലം തരുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം പരീക്ഷണങ്ങൾ നമുക്ക് തരുന്നത് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. അത് എൻ്റെ അൽഹംദുലില്ലാഹ്, അത് എനിക്കത് ഭയങ്കര വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. ജസാക്കല്ലാഹു ഖൈർ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ഞാനിപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം, ഇതുപോലെ എക്സാം എഴുതുന്നവരും എഴുതി കഴിഞ്ഞവരും ഒരുപാട് പേരുണ്ടാവും ഇവിടെ. അത് ഇനി വരാനും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ എക്സാംസ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് ഖൈർ. അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശം മാത്രമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അള്ളാഹു വരുത്തരുതേ, ആമീൻ. അതുപോലെ തന്നെ മാസങ്ങളോളാണ് ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നുപോയത്. അവിടെ എനിക്ക് വോയിസ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നില്ല. അതും കൂടി ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. കാരണം എന്നെ സഹായിക്കാൻ വരുന്ന ആൾക്ക് വായിക്കാൻ അറിയില്ല, എനിക്കാണെങ്കിലോ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ ഈ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് ഇക്കാടെ സഹായം ആവശ്യപ്പെടും. അപ്പോൾ ഒബിയസ്ലി ആ സമയത്തൊക്കെ ഇബ്ലീസ് അവരെയും പിടിക്കുമല്ലോ. അവിടെ എൻ്റെ മക്കളും എന്നെ സ്നേഹിക്കുന്നവരും എല്ലാവരും കൂടി എൻ്റെ നാവായി പ്രവർത്തിച്ചിട്ടും ഈ നാവ്, അള്ളാഹു തന്നിട്ടുള്ള ഈ നാവുണ്ടല്ലോ, അതിന് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ എവിടേക്ക് ആർക്കും എത്താൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ വേണ്ടേ പറയാൻ. ആംഗ്യഭാഷ ഉപയോഗിക്കും. എനിക്കുണ്ടോ ആംഗ്യഭാഷ അറിയുന്നു, അതുണ്ടോ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എപ്പോഴും നാവ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു വലിയ ദോഷം നമുക്ക് വരുന്നതിനെ പറ്റി നമ്മൾ പറയില്ലേ. കാരണം ഈ പരദൂഷണവും മറ്റുള്ള കാര്യങ്ങളും. പക്ഷെ ഈ നാവ് കൊണ്ടുള്ള അനുഗ്രഹം ഉണ്ടല്ലോ, അത് എന്താണെന്ന് ശരിക്കും എന്നെ പഠിപ്പിച്ച ഭയങ്കര വലിയൊരു പരീക്ഷയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എൻ്റെ വാക്കുകൾക്ക് ശക്തിയില്ല സഹോദരിമാരെ, എനിക്ക് ശക്തിയില്ല. എനിക്ക് അത് അതേപോലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിവില്ല. എങ്കിലും എൻ്റെ ഈ വാക്കുകളിലൂടെ അത് നിങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ആമീൻ, 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുപോലെ തന്നെ നമ്മൾ നോമ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോമ്പിന്റെ സമയത്ത് നമ്മൾ ഈ തഖ്വയ്ക്കും യഖീനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ആ ഒരു പ്രാധാന്യം നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ക്ലാസ്സുകളിലൂടെ മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പോലും നമ്മിൽ നിന്ന് അത് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളും ഈ ഒരു ദുനിയാവിന്റെ പളപളപ്പിലും പെട്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അതിപ്പോ സഹാബിമാര് തന്നെ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും ആ ഒരു ദർസുകളിലും ആയിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ നല്ല വിശ്വാസികളാണ്, എന്നാൽ ഞങ്ങൾ
ഞങ്ങളുടെ ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ സങ്കടം പറയുന്നത് നമ്മൾ വായിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? അപ്പൊ അവിടെയൊക്കെ നമുക്കും വരുമ്പോൾ അത് നമുക്ക് ഈമാൻ ഉള്ളത് കൊണ്ടാണെന്നും ആ ഈമാനിനെ വർദ്ധിപ്പിക്കാനായിട്ട് യക്കീൻ യക്കീൻ എന്ന് പറഞ്ഞാൽ അത് അത്രയും വിലപ്പെട്ടതാണെന്നും നമ്മൾ മനസ്സിലാക്കി നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള തൗഫീക്ക് ഈ ഒരു റമദാനിലൂടെ അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മൾക്ക് അള്ളാഹു ഓരോ കാര്യങ്ങളിലും ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? നമ്മുടെ നോമ്പ് ഹൃദയം കൊണ്ടും കൂടി ഉള്ളതാവണം എന്നുള്ള മനസ്സിലാക്കി. അപ്പൊ ഈ നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അസൂയ, കുശുമ്പ്, ഈഗോ, അഹങ്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നോമ്പ് കൊണ്ട് അതിനായിട്ട് തുടച്ച് ക്ലീൻ ആക്കി കളയാനുള്ള തൗഫീക്ക് അത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. കഴുകി ക്ലീൻ ആക്കിയേ നമുക്ക് പറ്റും. നമുക്ക് രക്ഷപ്പെടണം. എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം. രക്ഷപ്പെട്ടേ മതിയാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ സദാ വളരെയധികം വലിയൊരു ശത്രുവാണ് എൻ്റെ അടുത്തുള്ള ഇബ്ലീസ് എന്നും അതിനെ കെട്ടിയിട്ടത് കൊണ്ട് നമ്മൾ കുറച്ച് അൽഹംദുലില്ലാ നമുക്ക് ഹൈറാണെന്നുള്ള ആ ഒരു ബോധം നമുക്കുള്ളതോടൊപ്പം തന്നെ ഈ 11 മാസത്തേക്കുള്ള ഊർജം നമുക്കതുകൊണ്ട് സംഭരിക്കണമെങ്കിൽ നമ്മൾ കഠിനമായി പണിയെടുത്താലേ ശരിയാവൂ. അതുപോലെ തന്നെ ഈ ഖുർആനും ഈ റമദാനും നമുക്ക് അനുകൂല സാക്ഷ്യം പറയണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഠിന പരിശ്രമം നടത്തിയേ പറ്റൂ. ആദ്യം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിരിക്കും നിൽക്കുക. ഖുർആനിന്റെ ആ തദബ്ബറും പാരായണവും എല്ലാം നമ്മൾക്ക് അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ അനുഗ്രഹം ഇത് നമ്മൾ സദാ ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളതിലേക്ക് ഇങ്ങനെ മുങ്ങി കുളിപ്പിച്ചെടുത്തു തരട്ടെ. കാരണം കുറച്ചൊന്നും പോരാ നമുക്ക് രക്ഷപ്പെടെങ്കിൽ. നമുക്ക് അതിന്റെ കാരുണ്യത്തിന്റെ മഴയും അനുഗ്രഹത്തിന്റെ മഴയും നമ്മുടെ മേലിങ്ങനെ വർഷിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ? അങ്ങനെ നമ്മൾ ശരിക്കുള്ള ഇബാദികളായോ, നമ്മൾ നല്ല അബുദാണോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഖുർആനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഇല്ലെങ്കിൽ അവിടെ കറക്ഷൻ നടത്താനുള്ള ആ ഒരു തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെ 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 നമ്മൾക്ക് പോകാൻ സാധിക്കട്ടെ. ഞാനും പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ. ഞാനും എവിടെയും എത്തിയിട്ടില്ല. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ. അതുപോലെ ഓരോ കാര്യങ്ങളും ഖുർആനിലൂടെ പറയുമ്പോൾ ഈ ക്വാളിറ്റീസ് ഒരു സത്യവിശ്വാസിക്ക് വേണം എന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റി നമ്മിലുണ്ടോ? ഈ ഈ ഇന്ന ക്വാളിറ്റികൾ അത് ദുർമാർഗികളുടേതാണ് എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും നമ്മിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സദാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അതിനുള്ള തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് മറ്റൊരായത്ത് കൂടി ഇവിടെ പറയാതെ ഇവിടെ നിന്നും പോവുക അസാധ്യമാണ്. അതിന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയോടേക്ക് നോക്കുകയാണ്, ചോദിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك على هدى من ربهم وأولئك هم المفلحون. അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. ഈ ഒരു ക്വാളിറ്റി, മുത്തക്കീങ്ങളുടെ ക്വാളിറ്റി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ, നമ്മൾ വിജയിക്കണമെങ്കിൽ അള്ളാഹു നമ്മളോട് കുറെ കണ്ടീഷൻസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറെ ക്വാളിറ്റീസും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മില് അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുള്ള ഹിദായത്ത്, അതിന് നമ്മൾ എപ്പോഴും, ഞാനിവിടെ ഈ ഒരു സന്ദർഭത്തിൽ അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളത് കൂടുതൽ നന്നാവാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു മുത്തക്കിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ അതിനു മുമ്പ്.
അതായത് നമ്മൾ ഖുർആനിലും അദൃശ്യങ്ങളിലും സന്ദേഹമേ ഇല്ലാത്തവരാണ്. അതുപോലെ തന്നെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതാണ്. നമസ്കാരം അതിൻ്റെ ആഴങ്ങളിലൂടെ നമ്മൾ മുറപ്രകാരം ചെയ്യുന്നുണ്ടോ, അതിലേക്ക് എത്തുന്നുണ്ടോ? അസ്തഗ്ഫിറുല്ലാ, ഞാൻ അതിനു വേണ്ടി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തിയാണ്. നമ്മളെല്ലാവരെയും ആ ഹൈ ലെവലിലേക്ക് എത്തിക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ അള്ളാഹു തന്നതിൽ നിന്നും ചിലവഴിക്കുന്നവരാണ്. ഞാൻ ഈ ഒരു തദബ്ബുറിന് ശേഷമാണ് എന്താണ് തന്നതിൽ നിന്നും ചിലവഴിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയത്. ആദ്യമെല്ലാം ഞാൻ മനസ്സിലാക്കിയിരുന്നത് ക്യാഷ് മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹു നമ്മൾക്ക് എന്തെല്ലാം തന്നു, നമ്മുടെ സമയവും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇൽമും എല്ലാം 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 ഈ ഒരു കാറ്റഗറിയിൽ വരുന്നു എന്നുള്ള മനസ്സിലാക്കിയപ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു നന്മ, അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ആ ഒരു വലിയൊരു അനുഗ്രഹം, നമുക്ക് ഇറക്കി തന്നിട്ടുള്ള ആ ഒരു നന്മ, അതിൻ്റെ വാല്യൂ എത്രയോ അധികമാണല്ലേ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മാത്രമാണ് എങ്ങനെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഇതും കൂടി ഉൾപ്പെടുന്നുണ്ട് അല്ലേ, എങ്കിൽ മാത്രമാണ് നമ്മൾ വിജയിച്ചവരാകുകയുള്ളൂ. അതായത് ആ ഹുദ, ആ നേർമാർഗം, അത് അള്ളാഹു ഓരോന്നോരോന്നായി പിന്നീടും നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ്, അതിലേക്ക് നമ്മൾ എത്തിയോ? നമ്മൾ യഥാർത്ഥ വിജയികളായോ? ആ മുഫ്ലിഹൂൻ എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയോ? അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മളെ എത്തിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആമീൻ. ആ മുത്തക്കികൾക്കുണ്ടാകുന്ന ആ ഒരു ഓരോ ക്വാളിറ്റീസ് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയം നമ്മൾക്ക് ഇങ്ങനെ വിറകൊള്ളുന്നുണ്ടല്ലേ. അതായത് നല്ല അബുദായിട്ടുണ്ടോ, നമ്മൾ ഇബാദികളായിട്ടുണ്ടോ, നമ്മുടെ ദേഹേച്ഛകളോട് ജിഹാദ് ചെയ്യുന്നവരാണോ, നമ്മൾ റബ്ബിനെ സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? അതുപോലെ തന്നെ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ട ദുആകളും ദിക്റുകളും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ശരിക്ക് കൈമുതലാക്കി പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മം അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുന്നതാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടോ? അതെല്ലാം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുക എന്നുള്ളത്. അതും നമ്മളെപ്പോഴും അതിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് അതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുക ഇൻഷാ അല്ലാഹ്. ഈമാനും തഖ്വയും നന്നാക്കാനുള്ള ബെസ്റ്റ് വേ നോമ്പാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നു. ഇവിടെ റബ്ബിന്റെ വലിയ അനുഗ്രഹം തന്നെയാണ് നമ്മൾ കടന്നു പോകുന്ന ഈ റമദാൻ. റമദാനിൽ നമുക്ക് സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഇതും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അതിനുള്ള പ്രതിഫലങ്ങളോ ഒരുപാട് അല്ലേ, നമ്മൾക്ക് എങ്ങനെയൊക്കെ വർദ്ധിപ്പിച്ച് നൽകും എന്നുള്ളതും നമുക്ക് പറഞ്ഞു തന്നു. ആ ഒരു ധാന്യമണിയുടെ ആ ഒരു കഥ പോലെ അള്ളാഹു നമ്മൾക്ക് ഓരോ കർമ്മങ്ങൾക്കും ഒരുപാട് പ്രതിഫലം തന്ന് രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനും നമ്മുടെ തഖ്വയും യഖീനൊക്കെ കുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ തന്നെ നമ്മളൊരു മനസ്സിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സുന്നത്തായിട്ടുള്ള നോമ്പുകളിലൂടെ ഇതൊന്നുകൂടി വർദ്ധിപ്പിച്ചെടുക്കണം എന്ന് മനസ്സിൽ കരുതുക. അതിനുവേണ്ടി റബ്ബിനോട് ചോദിക്കുക, അള്ളാഹുവെ ഞങ്ങൾ അവിടേക്ക് എത്തിക്കണേ റബ്ബെ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഈ നോമ്പ് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ രോഗങ്ങളെയൊക്കെ മാറ്റിയോ എന്നൊന്നും കൂടി ഒന്ന് നോക്കുക. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അള്ളാഹുവെ ഈ റമദാനെ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി തരണേ റബ്ബേ. അതുപോലെ തന്നെ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കുവാനുള്ള, സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള മഹാഭാഗ്യം എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണേ അള്ളാഹുവെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.
അള്ളാഹുവെ, നിന്റെ തൃപ്തിയും സ്നേഹവും കാരുണ്യവും അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അള്ളാഹുവെ, ആ മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവെ, ആമീൻ. റബ്ബിനെ ഞങ്ങൾ കാണുന്നില്ലെങ്കിലും കണ്ടതുപോലെ ഓരോ കർമ്മങ്ങളിലും ഞങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് റബ്ബ് കണ്ടുകൊണ്ടേയിരിക്കുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങളും കൂടുതൽ കൂടുതൽ നന്നാക്കി ചെയ്യുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അള്ളാഹുവെ, റബ്ബിനെ കാണാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകണമേ. അള്ളാഹുവിന്റെ കോടതിയിൽ ഭംഗിയായി സുജൂദ് ചെയ്യുവാനുള്ള ഭാഗ്യവും അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അള്ളാഹുവെ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങളിൽ ഉണ്ടായിരുന്ന പലരും ഈ റമദാനിൽ ഇല്ല റബ്ബേ. അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുകയും അവർക്ക് സ്വർഗ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ആമീൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ വൃദ്ധരായ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള മാതാപിതാക്കളുണ്ട്. ഓരോരുത്തർക്കും പല ലെവലിൽ ഉള്ള മാതാപിതാക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും വാർദ്ധക്യം പുണ്യം നിറഞ്ഞതും ഇബാദത്തുകൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖും അവർക്ക് നൽകണമേ. അള്ളാഹുവെ, അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ അവർക്ക് ശേഷിക്കുന്ന ജീവിതം കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകണമേ. ഞങ്ങൾക്കും അള്ളാഹുവെ ശേഷിക്കുന്ന ജീവിതം അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകണമേ. അള്ളാഹുവെ, ആമീൻ. ഈ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുവാനുള്ള തൗഫീഖ് നൽകണമേ. അതിനുള്ള ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഇബ്ലീസിന്റെ വസ്വാസിൽ നിന്നും ഞങ്ങളെ നീ കാക്കേണമേ. അള്ളാഹുവേ, ആമീൻ. മരണവേളയിൽ ഉണ്ടാകുന്ന എല്ലാ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. മരണവേദന ഏറ്റവും കുറച്ചു തന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ. ഞങ്ങളെല്ലാവരും റബ്ബ് ഇറക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ആവശ്യക്കാരാണ് റബ്ബേ. അവയെല്ലാം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സന്താനങ്ങളെയും സന്താന പരമ്പരകളെയും ജനാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടണമേ. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും എല്ലാവരെയും അള്ളാഹു ജനാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബേ. ആമീൻ. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കർമ്മങ്ങൾ ചെയ്യുന്നത് റബ്ബേ. ഖുർആനിന്റെ ആ ആഴത്തിലേക്ക് തദബ്ബുറിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുവാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകണമേ. അതുപോലെ തന്നെ ഖുർആൻ ആഴത്തിൽ അതിനെപ്പറ്റി ചിന്തിപ്പിക്കുകയും അതിനെ പഠിപ്പിച്ചു തരികയും ചെയ്ത ഐഷ മാമിനും അതുപോലെ തന്നെ മുന്തസ് മാമിനും ഞങ്ങളെ എല്ലാവരെയും ജനാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അല്ലാഹുവേ, നബിമാർ, സിദ്ദീഖുകൾ, സഹാബിമാർ അത്രയും ഉയർന്ന സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണമേ റബ്ബേ. ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് റബ്ബേ അത്. അള്ളാഹു അത് സാധിപ്പിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹു ജനാത്തുൽ ഫിർദൗസിൽ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു 10 മിനിറ്റ് ഇത് കട്ട് ഓഫ് ആക്കിയതിന് ശേഷം എനിക്ക് തരണം. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടാ. ആ
അതില്ലേ റെക്കോർഡിംഗ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല, മീറ്റിംഗ് ഉണ്ട് ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങൾ പറഞ്ഞോ, അത് കട്ട് ചെയ്തിട്ട് പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറയാം. ഓക്കെ, ഇൻഷാല്ല. അപ്പൊ നമ്മളെ അൺമ്യൂട്ട് ആക്കണ്ടല്ലോ അല്ലെ? എന്തോ അല്ല, മറ്റുള്ളവരെ അൺമ്യൂട്ട് ആക്കണ്ടല്ലോ? വേണ്ട വേണ്ട വേണ്ട, ഇതൊന്ന് കുറച്ച് പറഞ്ഞോട്ടെ, നമുക്ക് ആവശ്യം. അതായത് നമ്മളുടെ ഈ മിഷ്കാത്ത് എന്നല്ല ഈ വലിയൊരു വൃക്ഷത്തിലേക്ക് നമ്മളെല്ലാവരും പല രീതിയിലാണല്ലേ അതിനെ സമീപിക്കുന്നത്. അതായത് ഈമാനും അതുപോലെ തന്നെ തൗഹീദും ഒക്കെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിനെ വളർത്തിയെടുക്കാൻ കുറേ പേര്, അതുപോലെ തന്നെ അതിന്റെ തണലിലിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പേര്, എന്നാൽ അതിൽ നിന്നും ഇതിന്റെ തൗഹീദും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളും ഒക്കെയുള്ള ഫലങ്ങൾ ഭക്ഷിക്കാനായിട്ടും നമ്മളതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം പോലെ അതിൽ നിന്ന് ഓരോന്നും എടുക്കാനുള്ള അനുവാദവും നമുക്ക് തരുന്നുണ്ടല്ലേ. ശരിക്കും നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു ഇങ്ങനെ ഒരു ഗ്രൂപ്പിലൂടെ നമുക്ക് തന്നത്. അപ്പൊ അതിന് കാരണക്കാരായിട്ടുള്ള മുസ് മാമിനും അതുപോലെ തന്നെ ഐഷ മാമിനും അതിലേക്ക് നമ്മൾ ആരൊക്കെ അതിലേക്ക് ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു കനന്തോങ്ങുന്ന പ്രതിഫലങ്ങൾ തന്നെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഓരോ ദുആകളും എങ്ങനെയൊക്കെ ദുആ ചെയ്യണം എന്ന് പഠിപ്പിച്ചു തന്ന ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരെയും ഇതിലേക്ക് എത്തിച്ചത് നമ്മൾ എത്ര 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 ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻഷാ അല്ലാഹ് ദുആ ഉണ്ടായിരിക്കും. കാരണം ഇത് ഇത്രയും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ പെട്ടെന്നൊന്നും കരയുന്ന വ്യക്തിയല്ല, പക്ഷേ ഞാനത് പറഞ്ഞു കഴിയുന്നത് വരെ റബ്ബേ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുത്തല്ലേ, ശബ്ദം ഇടർത്തല്ലേ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമില്ലേ, അതില് ശരിക്കും ഐഷ മാമിന്റെ ആ വാക്കുകളുണ്ടല്ലോ, ഐഷ മാമിനെ കൊണ്ട് റബ്ബ് അത് പറയിച്ചതാണ് അവിടെ. അത് അള്ളാഹു അവിടെ എനിക്കുള്ള വലിയൊരു അനുഗ്രഹം തന്നതാ അത്. കാരണം അത്ര വലിയ പരീക്ഷണമായിരുന്നു. അല്ലെങ്കിൽ അള്ളാഹുവെ എനിക്ക് ആലോചിക്കാൻ വയ്യ, എനിക്ക് പറയാനും വയ്യ. അപ്പോ ജസാക്കല്ലാഹ് ഖൈർ. അപ്പോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് അൽഹംദുലില്ലാഹ്, അത് ശരിക്കും ഞങ്ങൾ സ്റ്റുഡൻസിന് ഇത് വളരെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചിരുന്നില്ല. ഞാൻ അള്ളാഹുവിനോട് റബ്ബേ എനിക്ക് മിഷ്കാത്തില് ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ റബ്ബേ, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടല്ലോ, എനിക്കുള്ള അറിവൊന്ന് പങ്കുവെക്കാനായിട്ട് എന്ന് മനസ്സിന്റെ ഉള്ളിൽ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്കിതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടതാണ് സുമിത്താനെ. സുമിത്ത സ്വർഗം ഗ്രൂപ്പ് തുടങ്ങി, ഞങ്ങൾ അതിലേക്ക് എൻറ്റർ ചെയ്തു, ഞാൻ അതിൽ ലീഡറായി. അങ്ങനെ സുമിത്തയെ കൂടുതലായിട്ട് അടുത്തു. അൽഹംദുലില്ലാഹ് ഇന്നും ആ ബന്ധം തുടർന്നു പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അങ്ങനെയാണ് ഞാൻ ഈ മിഷ്കാത്തിനെ അറിഞ്ഞത്, ഇഷ മാമിനെ അറിഞ്ഞത്, മുൻസ് മാമിനെ അറിഞ്ഞത്, അങ്ങനെ ഇവിടുത്തെ ഓരോ മാമുമാരും ഞാൻ അറിഞ്ഞത്. അൽഹംദുലില്ലാഹ് റസിയ ബാനു മാം എന്നോട് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മേലാണ് നിങ്ങളുടെ വോയിസ്, അത് കാരണം കൊണ്ട് ഞാൻ നിങ്ങളെ ഇന്നതിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഞാൻ ക്ഷണം അവിടെ എടുത്തു വെച്ച് ഇപ്പൊ ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ സൂറ മുസ്തഫ ടീച്ചർ, ആ ടീച്ചറും ആ മാമും ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പല ഗ്രൂപ്പുകളിലും നന്നായി പഠിക്കുന്നുണ്ടാവും അല്ലേ. അത് ഈ ഒരു റമദാനിൽ നന്നായി അള്ളാഹുവിനോട് ചോദിക്കുക, നമ്മുടെ ആ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അതൊക്കെ. ഞാനും അതെ, ഞാനും പഠിക്കുന്നുണ്ട്, എനിക്കും എന്താ പറയാ, അത് കര കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര ആഗ്രഹിച്ചിട്ട് പോയ കുറെ ഗ്രൂപ്പുകളുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു അത് എളുപ്പമാക്കി തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ പഠനം ഖുർആനുമായി അടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ 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 കുഞ്ഞു 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 പഠനങ്ങളാണെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണെങ്കിലും അള്ളാഹു വൻപിച്ച പ്രതിഫലം നൽകട്ടെ. ഈ ലോകത്തില് ആരൊക്കെ ഖുർആനുമായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അവർക്കും അള്ളാഹു എളുപ്പം നൽകട്ടെ. ഞാൻ അതുപോലെ തന്നെ പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി. എന്താന്നുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവരില് പുറത്തുള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് ഈ മിഷ്കാത്തിലേക്ക് ഒരു സ്വാഗതം പറയണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ മിഷ്കാത്തിൽ വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ അനവധിയാണ്. അതിപ്പോ ഇവരെ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തി പറയല്ല, നല്ല കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന്റെ ഒരു പ്രതിഫലം മോഹിച്ചുകൊണ്ട് നമ്മളത് പറയാം. അപ്പോ അത് എന്നിട്ട് ഒപ്പം നമ്മൾ പ്രാർത്ഥിക്കാം, അള്ളാഹുവെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുവാനുള്ള തൗഫീഖ് അവർക്ക് നൽകണേന്ന്, അവരിൽ നിന്ന് ഒട്ടും കുറയരുതെന്ന്. അങ്ങനെ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ അവരോട് മുഖത്ത് നോക്കി പറയാം. അതല്ലാതെ അവരെ പുകഴ്ത്താൻ വേണ്ടി നമ്മൾ പറയാതിരിക്കുക. ഇൻഷാ അല്ലാഹ്. ഞാൻ പുകഴ്ത്തല്ല കേട്ടോ, ഞാൻ പുകഴ്ത്തല്ല.
ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അൽഹംദുലില്ലാ കൂടുതൽ കൂടുതൽ നന്നാവാനുള്ള ഒരു ഡോർ അല്ലാഹു തുറന്നു തന്നിട്ടുണ്ട്. അതില് നമ്മൾ നല്ല പോലെ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുക. നല്ലതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ എല്ലാവരോടും ജസാക്കല്ലാഹ് ഖൈർ. ഇത്രയും നേരം എൻ്റെ ശബ്ദം കേട്ടിരുന്ന നിങ്ങൾക്കും എനിക്കും ഇതൊരു ഉപകാരപ്രദമാവട്ടെ. അള്ളാഹു കനം തൂങ്ങുന്ന പ്രതിഫലം തന്നെ ഈ സമയത്തിന് നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഖുർആനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തവുമാക്കി തീർക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇല്ല ഹസീന ടീച്ചറെ ഞാൻ മറന്നിട്ടേ ഇല്ല. ഹസീന ടീച്ചറെ ഞാൻ തീരെയും മറക്കില്ല. കാരണം ഹസീന ടീച്ചറോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2 ഹസീന ടീച്ചർമാരോടും ഒരാള് പിന്നെ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ വേണ്ട സഹായങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഓരോ ദുആകളും ചോദിച്ചിട്ട് മാം ഇതിന്റെ ഒന്നും എനിക്ക് ഫത്തഹും നിസറില്ലാണ്ട് എനിക്ക് ശരിയാവുന്നില്ല കേട്ടോ, ഒന്ന് പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ മാമിനോടും ഞാൻ ചോദിക്കാം. അതാണ് എല്ലാരും എടുത്തെടുത്ത് പറയേണ്ടതാണ്. എല്ലാരും എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം, ഓരോരുത്തർക്കും സമയം അതിക്രമിക്കും. ഓരോന്ന് ഭയപ്പെട്ടിട്ടാണ്. എല്ലാരും ഇതിലുള്ള എല്ലാ മാമാർക്കും എല്ലാ ടീച്ചർമാർക്കും അല്ലാഹു എന്താ പറയാ വളരെ അധികം കനം തൂങ്ങുന്ന പ്രതിഫലം തന്നെ നൽകുമാറാകട്ടെ. ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഇതിലേക്ക് എത്തിച്ചതിനും എത്ര റബ്ബിനോട് ശുക്ർ പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ് ഇത് പറയുന്ന സമയത്ത് അല്ലാഹുവേ ആരും കോളിംഗ് ബെൽ അടിക്കുക മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാം അതൊന്നും ഇല്ലാതെ എല്ലാം എളുപ്പാക്കി തന്നു. അൽഹംദുലില്ലാ. എനിക്ക് എത്ര പറഞ്ഞാലും റബ്ബിനോട് എത്ര ശുക്ർ ചെയ്താലും എനിക്ക് പോരെ. എനിക്ക് അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ട്